ഞാൻ എൻ്റെ ഗാർഡനിൽ കുറച്ച് ചെടികൾ പരിചയപ്പെടുത്താമെന്ന് കരുതി. അധികം ചെടികളൊന്നും ഇല്ല, കുറച്ചേ ഉള്ളൂ. കുറച്ച് ചെടികൾ ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഓൺലൈനായിട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു, ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നൊക്കെ. അപ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. ആദ്യം തന്നെ ഓർക്കിഡാണ്. ഇത് അടുത്തുള്ള ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനിയും ഉണ്ട്, പക്ഷേ അതിനകത്തൊന്നും പൂ വന്നിട്ടില്ല. ഇത് അച്ഛൻ എവിടുന്നോ കൊണ്ടുതന്ന ഓർക്കിഡാണ്, പക്ഷേ ഇതിനകത്ത് ഇതുവരെ പൂവൊന്നും വന്നിട്ടില്ല. ഈ ചെടിച്ചട്ടിയിൽ തന്നെ മറ്റേ മാങ്ങാനാറി എന്ന് പറയുന്നൊരു ചെടിയുടെ തൈകൾ കിളിച്ച് വരുന്നുണ്ട്. അതിൻ്റെ പിങ്ക് കളറാണ് ഇത്. അടുത്തതായിട്ട് തെറ്റിയാണ്. എൻ്റെ കയ്യിൽ കൂടുതലും തെറ്റിയാണുള്ളത്. ഈ ഒരു കളറ് തന്നെ എൻ്റെ കയ്യിൽ ഒരു 5-6 ചെടികൾ കാണും. ഇത് ഞാൻ അടുത്തുള്ള ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അടുത്തത് ചെമ്പരത്തിയാണ്. ഇത് നല്ല വലിയ ഫ്ലവർ ഉണ്ടാകുന്ന ടൈപ്പാണ്. ഇന്നലെ പൂ വിരിഞ്ഞിരുന്നു, അതിൻ്റെ ഇതാണ് ഈ വാടി നിൽക്കുന്നത്. ഇത് 2 എണ്ണം ഉണ്ട്, രണ്ടും ഒരേ കളറാണ്. അടുത്തതായിട്ട് പിന്നെയും തെറ്റിയാണ്. ഈ തെറ്റിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ തെറ്റിയിൽ അധികം ഇലകളൊന്നും കാണില്ല, പക്ഷേ ഇതേ കണക്ക് കുഞ്ഞു പൂക്കളായിരിക്കും. സാധാരണ കാണുന്ന തെറ്റിയെ പോലെ അല്ല ഇത്. അടുത്തതായിട്ട് പിന്നെയും തെറ്റിയാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് കോംബോ ഓഫറിന് വാങ്ങിയതാണ്. 4 പ്ലാന്റ്, 4ഉം 4 കളറാണെന്നാണ് അതിൽ കാണിച്ചിരുന്നത്. പക്ഷേ കിട്ടിയപ്പോൾ 3 എണ്ണം ഒരേ കളറ്. പിന്നെ കിട്ടിയതല്ലേ എന്നും പറഞ്ഞ് ഞാൻ പിന്നെ റിട്ടേൺ ചെയ്തില്ല. പിന്നെ ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. ഇത് ഞാൻ ചട്ടിയിലൊന്നും അല്ല വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഡിയാന്ത്രസ്, ഇത് ഞാൻ അടുത്തുള്ള ഒരു നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. അതിൻ്റെ വേറെ ഒരു കളറും കൂടെ ഉണ്ട്. ഇത് പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടിയാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെടിയാണ്. ഈ ഒരു ചെടി എനിക്ക് വഴിയിൽ നിന്നും കിട്ടിയതാണ്. ഇതിൻ്റെ ഒരു തൈ കൊണ്ട് നട്ടതാണ്, പക്ഷേ ഇതിൻ്റെ വിത്ത് വീണ് എല്ലായിടത്തും ഇപ്പം ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു തൈകളാണ്. ഈ ഒരു ചെടിയും എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇതിൽ നിന്നും ഒത്തിരി തൈകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതും ഞാനൊരു കമ്പ് ഒരു ചേച്ചിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവച്ചതാണ്. അതും ഇപ്പം നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. ഈ ഒരു ചെടി എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കുറേ ഉണ്ടായിരുന്നു, പക്ഷേ മഴയായപ്പോഴത്തേനും എല്ലാം പോയി. ഇപ്പോൾ ഈ 2 തണ്ടേ ഉള്ളൂ. ഇതും എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. അതും നന്നായിട്ട് തന്നെ വളരുന്നുണ്ട്. ഇതും മീഷോയിൽ നിന്ന് വാങ്ങിയതാണ്. ചെറിയ തൈയായിരുന്നു, ഇപ്പം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഈ ഒരു സ്നേക്ക് പ്ലാന്റും എനിക്ക് പ്ലാൻ ഹണ്ട് ചെയ്തപ്പോൾ കിട്ടിയതാണ്. ഇതും ചെറിയ തൈയായിരുന്നു, ഇപ്പം നന്നായിട്ട് വളർന്നിട്ടുണ്ട്. താഴെയായിട്ടൊരു ചെറിയ വിങ്കത്തൈ കിളിച്ച് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ശവന്നാറി എന്നൊക്കെ പറയുന്ന ചെടിയാണ്. അതിൻ്റെ വിത്ത് വീണ് മുളച്ചതാണെന്ന് തോന്നുന്നു. എന്തായാലും അതും അവിടെ നിന്നോട്ടെ. അടുത്തതായിട്ട് ക്രിസ്മസ് ട്രീ ചെടിയാണ്. ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പേരെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ അങ്ങനെയാണ് പറയുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ചെടിയാണ്. ഇതിൻ്റെയും പേരറിയില്ല, പക്ഷേ ഇതിൻ്റെ ഇലകൾക്ക് എന്തോ ഒരു പ്രത്യേക സ്മെല്ലുണ്ട്. അടുത്തത് നമ്മുടെ കടലാസ് ചെടിയാണ്. ഇതും അടുത്തുള്ള നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. എൻ്റെ ഫേവറേറ്റാണ് ഈ സ്പൈഡർ പ്ലാന്റ്. അടുത്തതായിട്ട് തെറ്റിയാണ്. ഇതാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയത്. 4 എണ്ണത്തിൽ 1 എണ്ണം. അതിൽ 3 എണ്ണം റെഡും 1 എണ്ണം വൈറ്റും ആയിരുന്നു. അടുത്തത് ചൈനീസ് ബാൾസമാണ്. എല്ലാ ദിവസവും ഇതിൽ പൂ കാണുന്നതാണ്, പക്ഷേ ഇന്നില്ല. അടുത്തത് ആദ്യം കാണിച്ച തെറ്റി തന്നെയാണ്. 1 എണ്ണം ഫ്രണ്ടിലും കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് പ്ലാന്റാണ്, പക്ഷേ പേരറിയില്ല. ഇതും എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ചെടിയാണ്. ഇതും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. അതിൻ്റെ ഡിസൈൻ തന്നെ കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. ഇതും എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. കൂടുതലും എൻ്റെ കയ്യിൽ നിന്ന് വഴിയിൽ നിന്ന് കിട്ടിയ ചെടികളാണുള്ളത്. ഈ ചെടി എനിക്കൊരു നേഴ്സറിയിൽ ചേട്ടൻ ഫ്രീ ആയിട്ട് തന്നതാണ്. ഈ ഒരു ചെടി അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഈ ഒരു കോളിയസ് ചെടി എൻ്റെ അനിയത്തി കൊണ്ട് തന്നതാണ്. ഈ ചെടിയുടെ ഒരു പ്രത്യേകത ഉണ്ടോ, ഇതിൻ്റെ ഇലയ്ക്കകത്ത് ഒരു പിങ്ക് കളർ ഷെയ്ഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു ചെടി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. ഈ ഒരു ചെടി അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ ഇലകൾക്കൊക്കെ എന്തോ അസുഖമാണെന്ന് തോന്നുന്നു. വെള്ളം കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല. ഈ ഒരു ചെടി രാവിലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ്, എന്നിട്ടും ചെറിയൊരു വാട്ടമുണ്ട്. ഇതും എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയതാണ്. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും 2-3 ചെടിയെടുത്ത് വെറുതെ നട്ടു വെച്ചതാണ്. പക്ഷേ ഇത് നന്നായിട്ട് പടർന്ന് കുറേ തൈകളായിട്ടുണ്ട്. ഇതും എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയ ചെടികളാണ്. അടുത്തത് മഞ്ഞത്തെറ്റിയാണ്. ഇത് ഞാൻ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് പല ചെടികളുടെയും പേരറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.